എവിടായിരുന്നു? ഞാൻ അവിടെ ലില്ലി എടുത്തിരിക്കുവായിരുന്നു. ചേച്ചൻ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. കഴിച്ചില്ലേ? രാവിലെ കാപ്പി കുടിച്ചു. എനിക്ക് വിശക്കുന്നു. എന്നാൽ എന്തെങ്കിലും പോയി കഴിക്കാമോ? എവിടുന്ന്? എവിടെയെങ്കിലും കടയിൽ നിന്ന് പോയി കഴിക്കാം. അത് ക്ലീറ്റമ്മച്ചമ്മ പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കൊണ്ടുവരുമായിരിക്കും. മേടിച്ചോണ്ട് വരുമായിരിക്കും. മേടിച്ചോണ്ട് വരും. വിളിച്ചു ചോദിക്കണോ? വേണ്ട, കൊണ്ടുവരും. ആ എല്ലാം പാക്ക് ചെയ്യാം, നമുക്ക് പോകണ്ടേ? അത് പോവാ നമുക്ക് പോവാം. പിന്നെന്ത് താമസം എന്തോ? റോസ്മേരി, നീ പറയുന്നോണ്ട് എനിക്ക് ചാടി പിടിച്ച് നിന്നോട് വരാൻ പറ്റത്തില്ല പൊന്നെ. നീ ഒന്ന് മനസ്സിലാക്ക്. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ 10 ബുള്ളറ്റിന്റെ പണി കനകമ്മച്ചമ്മ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈസ അങ്ങോട്ട് പിരിഞ്ഞ് അന്നേരം ചെക്ക് തരും. നമുക്ക് ഓണത്തിന് പൈസ വേണ്ടായോ? അച്ചാച്ച ഒരു കാര്യം മനസ്സിലാക്കണം, പൈസ മാത്രം പോരാ. അച്ചാച്ചൻ എത്ര നാളായി അങ്ങോട്ട് വന്നിട്ടെന്ന് അറിയാവോ? കബഡി മത്സരത്തിനൊന്നും തലേന്ന് വന്നില്ലേ? അതെന്താ മത്സരം കഴിഞ്ഞപ്പോ ഇങ്ങനെ പോകുന്നില്ലേ? ഞാനും ഒരു ഭാര്യയും പെണ്ണുമൊക്കെയാ. എനിക്കും ഉണ്ട് ആഗ്രഹങ്ങള്. പോടുന്നു നിങ്ങളുടെ കൂടെ ഒന്ന് ബീച്ചിൽ പോകണമെന്നും ഒന്ന് പാർക്കിൽ പോകണമെന്നും ഒരു സിനിമ കാണണമെന്നും ഏതെങ്കിലും കടയിൽ കയറി ഒരു ചുരിദാർ മേടിക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതെല്ലാം എല്ലാ ഭാര്യമാർക്കുള്ള ആഗ്രഹമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ സിനിമയും കണ്ട് ബീച്ചിലും പോയി കപ്പലണ്ടിയും മേടിച്ച് വെളിയിൽ നിന്ന് ഫുഡും കഴിക്കണമെങ്കിൽ എത്ര രൂപ വേണം? എത്ര രൂപ വേണം? നിനക്ക് നിന്റെ പിള്ളേരും ഞാനോട് ആകുമ്പോൾ 10,000 രൂപ വേണോ? 3,000 രൂപ പറ്റുകടയിലെ പൈസ തീർത്തൂടെ? എന്നാ വെച്ചാൽ അങ്ങനെ നമുക്കങ്ങ് ജീവിക്കാൻ പറ്റുമോ? പൈസ മാത്രം മതി. ഈ പറ്റു തിന്നുന്നതും അത് മാത്രം മതിയോ? നമുക്കൊന്ന് പുറത്തു പോവാ, അതൊന്നും വേണ്ട അല്ലേ? അത് വേണം, അത് നമുക്ക് ഓണത്തിന് പോവല്ലോ. ഓണത്തിന് പോവാം. ഞാൻ പിന്നെ നമ്മുടെ ആ കുഞ്ഞുഞ്ഞാച്ചാനില്ലയോ, പുള്ളി വയ്യാതെ കിടക്കൂല്ലയോ, അങ്ങനെ ഒന്നും കാണാൻ പോകണ്ടായോ? എന്തുവാ കുഞ്ഞുഞ്ഞാച്ചാച്ചനെ കാണാൻ. കുഞ്ഞുഞ്ഞാച്ചാച്ച വയ്യാതെ കിടക്കുമ്പോ അന്ത്യകുദാശിക്ക് വാങ്ങലൂടെ 2,000 രൂപ നിനക്ക് അയച്ചു തന്നെ. ഒച്ചതാത്ത് സംസാരിക്കേ. 2,000 രൂപ അയച്ചു തന്നാ അതിനാ. പക്ഷെ പൈസ എന്തേന്നോ, ഒരു നല്ല ചുരിദാർ എനിക്ക് ഉണ്ടായിരുന്നു. അവരെല്ലാം അമേരിക്കക്കാരും ലണ്ടൻകാരും ഒക്കെയാ. അവരുടെ ഉള്ളോട്ട് കയറി ചെല്ലുമ്പോൾ കീറി പറഞ്ഞ് ഉടുപ്പിട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. 1000 രൂപയ്ക്ക് നല്ലൊരു ചുരിദാറും മേടിച്ച് 2 പിള്ളേർക്ക് 800 രൂപയായി ഒരു പാൻറ് ഷർട്ടും 2 പേർ കൂടെ മേടിച്ചപ്പോഴത്തേക്ക്. പിന്നെ ബാക്കി 200 രൂപ ഉണ്ടായിരുന്നു. ഓട്ടോ കൂലിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങ് തീർന്നു. റോസ്മേരി, നിന്റെ ഭർത്താവ് സാധാ മൈക്കുമക്കാനായ 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള റൊണാൾഡാണ്, അല്ലാതെ അംബാനിയുടെ മോനല്ല. അപ്പൊ ചിന്തിക്കുമ്പോ താഴെ നിന്ന് ചിന്തിക്കും. അയ്യോ, പെണ്ണുമ്പോൾ 1000 രൂപയുടെ ഒരു ചുരിദാർ മേടിച്ചോണോ ഇത്ര വലിയ കണക്ക്? അംബാനിയുടെ ഭാര്യയൊക്കെ കോടികളാ മുടക്കുന്നത്. 1000 രൂപയുടെ ചുരിദാറിന് കണക്ക് പറയുന്നു. അത് തന്നെയല്ല, അന്നക്കുട്ടിയുടെ മോള് പ്രസവിച്ച് കിടക്കുന്നു. പെങ്കൊച്ച്. അതിനൊരു കുഞ്ഞു മോതിരെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കണ്ടായോ? ഞാനൊറ്റയ്ക്ക് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല ചാച്ചാ, നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ. പിന്നെ അത് തന്നെയല്ല, അയൽക്കൂട്ടത്തിലെ കുറെ ആളുമാരൊക്കെ പറയുവാ നിങ്ങൾ ഡിവോഴ്സായി, നിങ്ങൾ ഇവിടെ ഒന്ന് വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ. ആ സരളയും രമണി എല്ലാരും പറഞ്ഞു. ഞാൻ അങ്ങനെ എന്റെ വല്ല തെളിവുണ്ടോ? അവര് ചോദിക്കത്തില്ലേ വർഷം 1 അങ്ങോട്ട് വന്നിട്ട്? അവര് പറയുന്നതിന് വല്ല ഇതുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്നോട് വന്നേ പറ്റത്തുള്ളൂ. അത് വരാ, തങ്കച്ചേട്ടത്തി വരട്ടെ. അത് വരുന്ന ആലോചനയുണ്ടല്ലോ, വരും. അവളുമാരുടെ മുന്നിൽ നിങ്ങളുടെ കയ്യെ പിടിച്ച് അവിടെയൊക്കെ നടക്കണം. അതിനിപ്പോ ഞാൻ വരണമെന്നില്ല റോസു. അവളുമാർ മുമ്പിച്ച് റൊണാൾഡോ ചാച്ചാന്ന് പറഞ്ഞോണ്ട് ഫോൺ ചെയ്തോണ്ട് അവർക്ക് മനസ്സിലായില്ലേ കെട്ടുവനെ വിളിക്കുന്നതെന്ന്. അവളുമാര് പറയും ഞാൻ എന്റെ കള്ളക്കാമോനെ വിളിക്കുവന്നു റൊണാൾഡോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ചാച്ചാ നാട്ടില്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ചാച്ചൻ വന്നേ പറ്റത്തുള്ളൂ.